അബ്രഹാമിന്റെയും ലോത്തിന്റെയും കുടുംബം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യം. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളി. ലോത്തിന്റെ വീട്ടിൽ ഒരു സാധനം ഇതേ സമയം അബ്രഹാമിന്റെ ഞാൻ നമ്മുടെ ലോകച്ചായ വീട്ടിലേക്ക് അവര് കടന്നൊക്കെ കണ്ടിട്ട് കൂടെ നാളായല്ലോ. വിളിച്ചാൽ ഞാൻ എടുക്കാറില്ല, തിരക്കായിരിക്കും. അന്ന് അച്ചായനോ? അല്ല, സമയത്തായിപ്പോ. ചെറിയ സമയായി. നീ എന്നാ നോക്കുക, ഞാൻ കറങ്ങാൻ പോട്ടെ. എന്നാ ഞാൻ പോയിട്ട് മിസ്സിസ് ലോ കസേരയിലേക്ക് ഫോൺ ചെയ്യുന്നു. ഹലോ, എടി സോഫി, നീ വരുന്ന ചെറിയതിനാ ഞങ്ങളുടെ ബ്യൂട്ടി പാർലറിന്റെ 3ാമത്തെ ബ്രാഞ്ചിൽ വിട്ടാണ്. സിനിമാനന്മാരും മന്ത്രിമാരും ഒക്കെ വരുന്നുണ്ട്. ഈ ലോകച്ചാനാണെങ്കിൽ അഞ്ചോളം തിരക്കിലാണ് വരുന്നുണ്ട്. ഓ, നിനക്കറിയില്ലേ ഞങ്ങളുടെ കുടുംബത്തിലെ അബ്രാമച്ചായന്റെ ഭാര്യ? ഞങ്ങളുടെ ചെറിയ മിസ്റ്റേക്ക് കുറച്ച് നാളെ ചർച്ചകളൊക്കെ ഞങ്ങൾ പോയിട്ട് മിക്കവാറും അത് ചോദിക്കാൻ ഒരു പണിയില്ലാതെ ഇതൊക്കെ തന്നെ പരിപാടി. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓ, എന്ത് പറയാ, എന്തിന് സമയമില്ലാന്നേ. കഴിഞ്ഞ ആഴ്ച മറ്റുള്ളവരെ വിളിച്ചില്ലായിരുന്നു, അതിന് എവിടെയെങ്കിലും പോകാൻ പറ്റില്ല. സിസ്റ്ററെ, നമ്മുടെ സഭയിൽ എല്ലാ ആഴ്ചയും ഒരുപാട് മീറ്റുകളുണ്ടെങ്കിലും അതിന്റെ എല്ലാം ജീവിതത്തിൽ എന്താ പറ്റിയത്? വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് പ്രാർത്ഥനയല്ലേ നമുക്ക് ആശ്വാസം നൽകിയത്. അതൊക്കെ സഹോദരൻ മറന്നുപോയോ? ശരിയാണ്. പക്ഷേ നമ്മുടെ തലമുറയിലെ നടത്തിയ എഴുത്തുമാരുടെ ഒന്നും പറ്റിയത് ഞാൻ വിളിച്ചതിനാണ്. ഇതിന്റെ പ്രത്യേകമായിരിക്കും മകളാപ്പച്ചനെ എപ്പോഴും വീട്ടിൽ വിളിക്കും. അതുകൊണ്ട് എനിക്കാണ് എന്നൊക്കെ അടുത്ത വീട്ടിൽ നോക്കി ഇവിടുത്തെ വിളിച്ചാലോ? അല്ല, അത് പിന്നെ ഈ പ്രാവശ്യം വേറെ എവിടെയെങ്കിലും ഈ ബ്യൂട്ടി പാർലറിന്റെ ഒരു കാര്യങ്ങളാണ് ഭയങ്കര തിരക്കാണ്. ഇനി സമയമുണ്ടല്ലോ, നമുക്ക് പിന്നെ വിളിച്ചാണ്. ഞാൻ പ്രാർത്ഥിച്ചില്ല. എന്റെ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ സ്നേഹവാനായ നല്ല കർത്താവേ, നമുക്ക് ലോകത്തിന്റെ ഭവനത്തിൽ കടന്നു വരുവാണ് സംസാരിക്കാനും ഇടയാക്കിയ ലോകത്തെ സ്തുതിക്കുന്നു. കുടുംബത്തെ ഞാൻ എത്തിക്കാതെ ദൈവവചനത്തിൽ കുറിച്ച് ആത്മോപേക്ഷ പ്രാപിക്കാൻ കർത്താവിനെ സഹായിക്കാതെ ഇപ്പോൾ നടക്കാൻ പോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓ, പോയി രക്ഷപ്പെട്ടു. സൊസൈറ്റി മന്ദിരങ്ങൾ വരുന്നു. ഹലോ മിസ്സസ് ലോ, ഹൗ ആർ യു? ഹലോ മിസ്സസ്, ഞാൻ ചോദിക്കാട്ടോ. അതെ, നിങ്ങളെ അപ്പോഴാ ആ സാക്ഷി കൂടുതൽ